ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഞാനിതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഫ്ലഷ് ടിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കളറും എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം വൈറ്റോ ഓഫ് വൈറ്റോ ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു സ്പോഞ്ച് സ്പോഞ്ചോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നല്ലോണം ഡാബ് ചെയ്ത് കൊടുക്കുക. ഞാനെടുത്ത രണ്ട് കളേഴ്സും നല്ല ലൂസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ബബിൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ബേബി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫെവിക്രിലിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പെയിൻറ്റ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോക്സ് താഴെ വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഒരു ട്രീ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഒക്കെ എടുക്കാം കേട്ടോ. ഈ ഒരു ട്രീ ആവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ എളുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ട്രീ മതി. ബോട്ടിൽ ആർട്ടിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്തവർക്കും ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ധൈര്യം ഇല്ലാത്തവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവട്ടെ. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. ഞാൻ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കാണാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അങ്ങനെ നമ്മുടെ ട്രീ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു റെഡ് ഷെയ്ഡാണ് എടുത്തത്. എന്നിട്ട് നേരത്തെ യൂസ് ചെയ്ത ഈ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടാണ് ഇനി പെയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു റെഡ് കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഒരു 3 ഡോട്ട്സ് വീതം ഇതുപോലെ അടുത്തടുത്തായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ബ്രാഞ്ചസിലും ഇതുപോലെ നിറയെ ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡിയായി. ഇനി നമ്മൾ ഈ ഒരു റെഡ് ഡോട്ട്സിൻ്റെ ഇടയിൽ കുറച്ച് ഗ്രീനൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അട്രാക്റ്റീവ് ആവും കേട്ടോ. കണ്ടില്ല, അങ്ങനെ നമ്മുടെ ട്രീ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ റെഡ് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഞാനിതുപോലെ ഗ്രാസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീനും യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ ഒരു ബോട്ടിലിൻ്റെ അകത്ത് LED ലൈറ്റ്സ് വെച്ചതിന് ശേഷമുള്ള നൈറ്റ് ലുക്ക് ഒന്ന് നോക്കിയാലോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ലുക്കായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു നൈറ്റ് ലുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ.